അലിബാബയും 40 കള്ളന്മാരെയും കുറിച്ചുള്ള ആ ഒരു സ്റ്റോറി നിങ്ങൾ പലരും കേട്ടതായിരിക്കും. അതെ, അതിൽ അലിബാബ എങ്ങനെ ആ കള്ളന്മാരുടെ ഗുഹയ്ക്കകത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഗോൾഡും ഡയമണ്ട്സും കണ്ട് വിയന്നു പോയോ അതേ ഒരു അവസ്ഥയായിരിക്കും ഇന്ത്യക്കാരും അതുപോലെ തന്നെ മറ്റ് പല രാജ്യക്കാരും ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതേ സെയിം അവസ്ഥയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക. ഇതിൻ്റെ കാരണം എന്താണെന്നറിയുമോ? അതെ, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന മൊത്തം നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്ന് അടിച്ചുകൊണ്ട് പോയ മാക്സിമം സാധനങ്ങളാണ് അവരവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതെ, നമ്മുടെ MP ശശി തരൂർ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് ചോർ ബസാർ എന്ന്. I'd recommend the museums, or as we call them in India, the Chor Bazaar. അതെ, ബ്രിട്ടീഷ് മ്യൂസിയം അല്ല, അത് ചോർ ബസാർ ആണെന്നാണ് ശശി തരൂർ എന്നെ വിശേഷിപ്പിക്കുന്നത്. അതായത് ലോകത്ത് നിന്ന് പല രാജ്യത്തു നിന്നും അത് കോളനൈസ് ചെയ്തും അതുപോലെ തന്നെ അവിടുന്ന് സ്റ്റോർ ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രമാണ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ മാക്സിമം ഉള്ളത്. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഓർമ്മ വരുന്ന ഒരു കോട്ടാണ്, അതായത് സൺ നെവർ സെറ്റ്സ് ഇൻ ബ്രിട്ടീഷ് എംപയർ. അപ്പോൾ ഇതിനെ ശശി തരൂർ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദൈവത്തിന് പോലും അവരുടെ മേലെ വിശ്വാസമില്ല, അതായത് അവരുടെ ഇരുട്ടായി കഴിഞ്ഞാൽ അവർ ദൈവത്തിന് അടക്കം കൊള്ളയടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ദ ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ ബ്രിട്ടീഷ് മ്യൂസിയം. അതെ, അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല രാജ്യത്തു നിന്നും കൊള്ളയടിച്ച സാധനങ്ങൾ മാത്രമോ മാക്സിമം അവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഇവർ കൊള്ളയടിച്ച് അത്രയും വലിയൊരു മ്യൂസിയം നിർമ്മിച്ചത്, അതിൽ ഏതെല്ലാം വിലയുയർന്ന സാധനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത്, അതുപോലെ തന്നെ എന്തെല്ലാം സാധനങ്ങളാണ് പല രാജ്യത്തു നിന്നും കൊണ്ടുവന്നത്, അതെങ്ങനെയും തിരിച്ചു കിട്ടാൻ സാധ്യതകളുണ്ടോ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ സ്കൂളിലോ അതുപോലെ തന്നെ കോളേജിലോ ഒന്നും തന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക. ഹായ്, എൻ്റെ പേര് അശ്വിൻ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ ലോകത്തുള്ളിൽ വെച്ച് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മ്യൂസിയം എന്ന് തന്നെ അറിയപ്പെടുന്നതാണ് ബ്രിട്ടീഷ് മ്യൂസിയം. ഏകദേശം 9,90,000 സ്ക്വയർ ഫീറ്റ് നീളമാണ് ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിന് ഉള്ളത്. അത് മാത്രമല്ല, ബ്രിട്ടീഷേഴ്സ് പറയുന്ന പോലെ തന്നെ സൺ നെവർ സെറ്റ്സ് ഇൻ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്ന പോലെ തന്നെ അവർ കോളനൈസ് ചെയ്ത രാജ്യത്തു നിന്നും അതുപോലെ മറ്റ് രാജ്യത്തു നിന്നും വില ഉയർന്നതും അതുപോലെ തന്നെ അവിടെയുള്ള പ്രഷ്യസ് സാധനങ്ങൾ എല്ലാം തന്നെ അവർ അവിടെ നിന്ന് അടിച്ചു മാറ്റിയും അതുപോലെ തന്നെ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് അവർ ഒളിപ്പിച്ച ഒരു സ്ഥലമാണ് ഇത് ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു മ്യൂസിയം. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ ഒഫീഷ്യൽ റെക്കോർഡ് ഏകദേശം 80 ലക്ഷത്തിലും അധികം ഐറ്റംസ്, അതായത് ആർട്ടും ക്രാഫ്റ്റ്സും വർക്ക്സും ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വെറും 1% ഐറ്റംസ് മാത്രമോ പൊതുജനങ്ങൾക്ക്, അതായത് നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, അതായത് 80 ലക്ഷം ഉണ്ടായിട്ടും വെറും 1% മാത്രം എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ 1% തന്നെ നിങ്ങൾക്ക് കണ്ടു തീർക്കണമെങ്കിൽ ഏകദേശം 1 മാസം ടൈം നിങ്ങൾക്ക് എടുക്കും. അതും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അത് കാണാൻ പറ്റില്ല. അതായത് ഓരോ സാധനങ്ങളും വെറും 1 സെക്കൻഡോ 2 സെക്കൻഡോ വെച്ച് കണ്ടാൽ മാത്രമോ അത് 1 മാസം കൊണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 1% തന്നെ അത്രമാത്രം സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയധികം ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ അത് മര്യാദയ്ക്ക് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വെറും 1% ഐറ്റംസ് മാത്രം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്കി സാധനങ്ങളെല്ലാം തന്നെ അത് ഗോഡൌണിൽ സേഫായി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1700 കാലഘട്ടങ്ങളിൽ ഹാൻസ് ലോഗൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആൻറ്റിക് പീസും അതുപോലെ തന്നെ ആർട്ട് വർക്കുകളോട്ടൊക്കെ വളരെയധികം ക്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വളരെ റെയർ ആയിട്ടുള്ള ആൻറ്റിക് പീസുകളും അതുപോലെ തന്നെ ആർട്ട് വർക്കെല്ലാം തന്നെ അദ്ദേഹം കളക്ട് ചെയ്തു. അതുമാത്രമല്ല, റയറസ്റ്റ് ആയ പ്ലാന്റ്സും ഫ്ലവേഴ്സ് എല്ലാം തന്നെ അദ്ദേഹം കളക്ട് ചെയ്തു. അതിനെല്ലാം തന്നെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചും അതുപോലെ തന്നെ ബുക്കിലെല്ലാം വെച്ച് നമ്മൾ സയൻസ് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇദ്ദേഹം ഫ്ലവേഴ്സിനെല്ലാം തന്നെ സൂക്ഷിച്ച് അതിനെല്ലാം തന്നെ ഓരോ ബോട്ടിലാക്കി സേഫായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ റെയറസ്റ്റ് ആയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു ലെറ്റർ എഴുതുന്നു. ലെറ്റർ ആർക്കായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജോർജ് II എന്ന് പറയുന്ന ബ്രിട്ടൻ്റെ കിങ്ങിനായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ ആൻറ്റിക്കായ പീസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ റെയറസ്റ്റ് ആയിട്ടുള്ളതും ഞാൻ കുറേയധികം ഇഷ്ടപ്പെട്ടുമാണ് കളക്ട് ചെയ്തത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 20,000 പൗണ്ട് എൻ്റെ മകൾക്ക് കൊടുത്തതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ എടുത്തിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോ. അത് ഭാവിയിൽ ബ്രിട്ടനും അതുപോലെ തന്നെ ബ്രിട്ടനിലുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ യൂസ്ഫുള്ളും അതുപോലെ തന്നെ വരുമാനവും ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് കിങ് ജോർജ് II ഇതേപോലെ തന്നെ അനുസരിക്കുന്നു. അതായത് ഹാൻസ് ലോവൻസ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആൻറ്റിക് പീസുകളും അതുപോലെ തന്നെ സാർ റോബർട്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ
സെക്ഷനിൽ കുറേ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതായത് ആൻറ്റിക്കായ ബുക്സ്. അവിടെ നിന്നും കുറേ കളക്ട് ചെയ്ത്, അതുപോലെ തന്നെ സെക്കൻഡ് റോയൽ റിച്ചാർഡ്സ് എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്നും കുറേയധികം ബുക്സ് എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് ഇവരൊരു ചെറിയ മ്യൂസിയം പോലെ സെറ്റപ്പ് ചെയ്യുന്നു. അതായത് കിങ് ജോർജ് സെക്കൻഡ് ഒരു ചെറിയൊരു മ്യൂസിയം സെറ്റപ്പ് ചെയ്യുന്നു. അങ്ങനെ തുടക്കം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് വളരെ ചെറിയൊരു പ്ലേസിൽ മാത്രമായിരുന്നു ഇത് തുടങ്ങിയത്. പിന്നെ എങ്ങനെയാണ് ഈ വേൾഡ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മ്യൂസിയമായി മാറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അതിന് ശേഷം അവർ ഓരോ കാര്യങ്ങളായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് കിട്ടുന്ന കുറേ ആൻറ്റിക് പീസുകളും അതുപോലെ തന്നെ ഇങ്ങനെ വാല്യൂ ആയ ആർട്ട് വർക്കുകളെല്ലാം തന്നെ അവർ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിന് സ്ഥലം പോരാ എന്ന് മനസ്സിലാക്കി അങ്ങനെ ആ സമയത്ത് സ്ഥലം കൂട്ടി ബക്കിംഗ്ഹാം പാലസ് ആയിരുന്നു മ്യൂസിയമായി തന്നെ മാറ്റിയത്. അപ്പോൾ ബക്കിംഗ്ഹാം പാലസിൽ അവർ വെക്കേണ്ട എല്ലാ സാധനങ്ങളും വെച്ചതിന് ശേഷം അതിന് ശേഷവും അവർ കുറേയധികം സ്ഥലങ്ങൾ അതായത് കോളനൈസ് ചെയ്യുന്നു, ഇന്ത്യ പോലെയുള്ള പല രാജ്യങ്ങളും. അപ്പോൾ അവർ പോയി കോളനൈസ് ചെയ്ത ആ രാജ്യത്ത് നിന്ന് വില ഉയർന്ന സാധനങ്ങൾ എല്ലാം തന്നെ അവരവിടെ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങി അവരെല്ലാം തന്നെ ഈ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മ്യൂസിയം വീണ്ടും ഫില്ലാവുന്നു. അതായത് വളരെ ചെറിയ സ്ഥലത്ത് നിന്ന് തുടങ്ങി അത് ബക്കിംഗ്ഹാം പാലസായി മാറ്റി. അവിടെയും സ്ഥലം തികയാതെ വന്നപ്പോൾ അവരതിനെ വലുതാക്കണം എന്ന് മനസ്സിലാക്കി അവർ പുതിയ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതും അത്യാവശ്യം വലുതായിരുന്നു. പക്ഷേ ഇവർ വീണ്ടും ഇങ്ങനെ അതായത് ഓരോ രാജ്യത്തു നിന്നും ഇവർ മോഷ്ടിച്ചുകൊണ്ട് വരാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അവിടെയൊന്നും വെക്കാൻ സ്ഥലമില്ലാണ്ട് ആകുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ചുറ്റുമുള്ള ഏകദേശം 69 വീടുകളെല്ലാം ചേർത്തിട്ട് ഇന്നത്തെ ബ്രിട്ടീഷ് മ്യൂസിയമായിട്ട് അത് വലിയതായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അതായത് ആ വീടുകളെല്ലാം വാങ്ങിയിട്ട് അതിനെ മ്യൂസിയമായി തന്നെ മാറ്റുന്നു. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹാൻസൺ എന്ന് പറഞ്ഞ അദ്ദേഹം കൊടുത്ത കുറേ ഐഡിയാസ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവർ ഡിവൈഡ് ചെയ്യുന്നു, അതായത് ഓരോ ഡിവിഷനാക്കി മാറ്റുന്നു. അങ്ങനെയാണ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഡിവിഷൻ തന്നെ സെപ്പറേറ്റ് ആക്കുന്നു. അതുപോലെ തന്നെ ബുക്കെല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം തന്നെ ബുക്കിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിവിഷനാക്കി മാറ്റുന്നു. അതിനുശേഷം അതായത് ഈ ബുക്കും അതുപോലെ തന്നെ പ്ലാൻസ് ഒന്നും കൂടാതെ ഏകദേശം 80 ലക്ഷത്തോളം ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആർട്സും ക്രാഫ്റ്റ്സും അതുപോലെ തന്നെ ട്രഷേഴ്സും ഗോൾഡ്സും അതൊക്കെ കൂടി ചേർന്നിട്ട് ഏകദേശം 80 ലക്ഷത്തിലും അധികം സാധനങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏകദേശം 18ാം സെഞ്ചുറി അവസാനം വരെ തന്നെ അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് എംപേഴ്സും എല്ലാം തന്നെ ഇതിലോട്ട് കൂടുതൽ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇന്ന് അതിൽ ഉള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അതിൽ കുറേ സാധനങ്ങൾ അവർ കാശ് കൊടുത്തും വാങ്ങിയതുണ്ട്. അതായത് ഇപ്പോൾ റീസെൻ്റ് ആയും കൂടെ അവർ കുറേയധികം പ്രൊഡക്ട്സുകൾ ലേലത്തിന് വിടുമ്പോൾ അതെല്ലാം തന്നെ അവർ കാശ് കൊടുത്ത് വാങ്ങി അതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാറും ഉണ്ട്. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർ പറയുന്നത് ഇത് സേഫായിട്ടും അതുപോലെ തന്നെ വരും തലമുറകൾക്ക് അതായത് നെക്സ്റ്റ് ജനറേഷനുള്ള ആൾക്കാർക്കും ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും പ്രഷ്യസ് ആയ സാധനങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനാണോ അവർ യഥാർത്ഥമായിട്ടും കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതായത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർ കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണം അതായത് അവർ കോളനൈസ് ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രധാനമായ സാധനങ്ങളെല്ലാം തന്നെ അവരുടെ രാജ്യത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ബ്രിട്ടീഷ് എംപയറിന് തന്നെ അതൊരു സുപ്പീരിയോറിറ്റിയാണ്. അതായത് ആ രാജ്യം കീഴടക്കി അപ്പോൾ അതിൻ്റെ ഉള്ള മാക്സിമം വലിയ സാധനങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെ ഒരു അടിമകളായിട്ട് കാണാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ട്രഷേഴ്സ് എല്ലാം തന്നെ അവരുടെ കയ്യിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം വെസ്റ്റേൺ കൺട്രീസിലെല്ലാം പണ്ട് രാജ്യങ്ങൾ തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിന് വേണ്ടി അതായത് ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് വേണ്ടി ഇതിലോട്ട് ആ സാധനങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ മറ്റ് സ്ഥലത്തു നിന്നെല്ലാം മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുവരാൻ കുറേയധികം ബ്രിട്ടീഷ് ഏജൻസ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ രാജ്യത്ത് അതായത് ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തോട്ട് വരികയാണെങ്കിൽ സ്ട്രീം അതുപോലെ തന്നെ കൾച്ചറും മിക്സായ ഏറ്റവും നല്ല പ്രഷ്യസ് സാധനം ഏതാണോ, അതായത് ഇപ്പോഴും നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്ന കോഹിനൂർ ഡയമണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവർ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാനും അതുപോലെ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ മറ്റൊരു ആയുധവും കയ്യിലെടുക്കും. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെടുക്കും ഇവരെടുക്കും, ഇങ്ങനെയുള്ള കോൺസ്പിറസി തിയറി പടർത്തിയിട്ടും അവിടുന്ന് കുറേയധികം സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയ ചരിത്രം ബ്രിട്ടീഷ് ഏജൻസിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ക്യാഷ് കൊടുത്തും കുറേ വാങ്ങിയിരുന്നു എന്ന്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മലേൻ്റെ മേൽ ഒരു കടുക് ഇട്ടിട്ട് അത് തിരയുന്ന അവസ്ഥയായിരിക്കും. അതായത് അത്രമാത്രം സാധനങ്ങൾ അവർ മോഷ്ടിച്ചുകൊണ്ട് വന്നാണ്. അതിൽ വളരെ ചുരുക്കം അതായത് 1-2% പോലും വാങ്ങിയതുണ്ടാവില്ല, അതിൽ വളരെ 0.5% മാത്രമോ വാങ്ങിയതുണ്ടാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇങ്ങനെയുള്ള മ്യൂസിയത്തിലും അവരൊരു 20 സാധനങ്ങൾ അതായത് നമ്മൾ നേരത്തെ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു അതായത് 1% സാധനങ്ങൾ കണ്ടു തീർക്കാൻ തന്നെ 1 മാസം വേണമെന്ന്. അപ്പോൾ ഇങ്ങനെ പറ്റാത്തതുകൊണ്ട് തന്നെ അവരൊരു 20 സാധനങ്ങൾ അതായത് നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം എന്ന് പറഞ്ഞ് ഒരു 20 സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 20 ഐറ്റംസിലും മാക്സിമം അതായത് 40% ഐറ്റംസും മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് എന്ന് പറയുന്നു. അതായത് ബ്രിട്ടീഷ് ഏജൻസ് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ് എന്നാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ് അതായത് റൊസേറ്റ സ്റ്റോൺ. അപ്പോൾ ഈ റൊസേറ്റ സ്റ്റോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിലുണ്ടായിരുന്ന ഒരു സ്റ്റോൺ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ കൊണ്ടുവന്നതാണ്. അതായത് ഈജിപ്തിൻ്റെ കൾച്ചറിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ ആണെന്ന് തന്നെ പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈജിപ്റ്റ് എന്ന് പറയുന്ന അവരുടെ പിരമിഡ്സിലെല്ലാം തന്നെ കുറേയധികം
ലാംഗ്വേജസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആർക്കിയോളജിസ്റ്റ് എല്ലാം തന്നെ ഈ ലാംഗ്വേജ് ഏതാണ്, അതായത് എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത് എന്ന് പോലും ആർക്കിയോളജിസ്റ്റിന് അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ റൊസേട്ട എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ കണ്ണിൽ പെടുകയും അപ്പോൾ ഈ റൊസേട്ട എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോണിൽ 3 ലാംഗ്വേജുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് ഹൈറോഗ്രാഫിക്കൽ, ഒന്ന് ഡെമോട്ടിക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഗ്രീക്ക് സ്റ്റോണിൻ്റെ ടെസ്റ്റും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും റെഫറൻസ് ഉള്ളതുകൊണ്ട് അവർ ഗ്രീക്കിനെ ആദ്യം ഡീകോഡ് ചെയ്ത് അതിനുശേഷം മറ്റ് 2 ലാംഗ്വേജും ഡീകോഡ് ചെയ്തതിന് ശേഷമാണ് പല പിരമിഡ്സിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളും ഇന്ന് ആർക്കിയോളജിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ റൊസേട്ട എന്ന് പറയുന്ന സ്റ്റോൺ ഇവർ എങ്ങനെയാണ് മോഷ്ടിച്ചുകൊണ്ട് വന്നതെന്ന് പലർക്കും ഒരു സംശയമുണ്ടാവും. അപ്പോൾ കിങ് നെപ്പോളിയൻ എന്ന് പറയുന്ന അദ്ദേഹം ഈജിപ്തിൻ്റെ അടുത്ത് മോഷ്ടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഈജിപ്റ്റ് വീണ്ടും നെപ്പോളിയനെതിരെ പടയെടുത്തപ്പോൾ അദ്ദേഹം അത് മെല്ലെ ഫ്രാൻസിൻ്റെ അടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ഫ്രാൻസിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ സ്റ്റോൺ അവർ തിരിച്ചെടുത്തുകൊണ്ട് പോകും എന്ന് മനസ്സിലാക്കിയ നെപ്പോളിയൻ ആ ഫ്രാൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്റ്റോൺ മെല്ലെ ബ്രിട്ടീഷേഴ്സിൻ്റെ അടുത്ത് കൈമാറുന്നു. ഇങ്ങനെയാണ് ആ ഒരു സ്റ്റോൺ ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് എത്തിച്ചേരുന്നത്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് എൽഗിൻ മാർബിൾ എന്ന് പറയുന്നത്. ഈ ഒരു മാർബിൾ എവിടുന്നാന്ന് വെച്ചാൽ ഗ്രീക്കിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതായത് ഗ്രീക്കുകാരുടെ ദൈവത്തിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ആ ഒരു പ്രത്യേകം നിർമ്മിച്ചതാണെന്നും പല സ്റ്റോറീസ് ഇതിൻ്റെ പുറകിൽ പറയുന്നുണ്ട്. അതായത് അത്രമാത്രം പ്രിസൈസും അതുപോലെ തന്നെ ഇത് കാണാനും അത്ര ഭംഗിയോടെ ഇത് എങ്ങനെയാണ് അവർ മോഷ്ടിച്ചുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ അതായത് ഓട്ടോമാൻ എംപയറിൻ്റെ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഏജൻറ്റ് അവിടെ പോകുന്നു. അപ്പോഴാണ് അവർ കാണുന്നത് അതായത് ഇത്ര മനോഹരമായ ഈ ഒരു ആർട്ടിടെക്ട്. ഉടനെ തന്നെ ബ്രിട്ടീഷ് ഏജൻസ് മനസ്സിലാക്കുന്നു അതായത് അത് എങ്ങനെയും ബ്രിട്ടീഷിലോട്ട് അതായത് ബ്രിട്ടനിലോട്ട് കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കി അവർ അവിടെ പോയിട്ട് പറയുന്നു അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് വെറുതെ പാഴാവുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷിലോട്ട് കൊണ്ടുവരണം എന്ന് കരുതി. അപ്പോൾ ഇതിനെ കൊണ്ട് അവർ കുറേയധികം പരിശ്രമങ്ങളും നടത്തി. അതായത് ഓട്ടോമാൻ എംപയറിനെ കുറേ വട്ടം ബ്രെയിൻ വാഷ് ചെയ്ത് അതിൻ്റെ ഓരോ പീസുകളായിട്ട് ഇങ്ങനെ ബ്രിട്ടൻ എംപയറിലോട്ടും അതായത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ലോർഡ് എൽഗിൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഏജന്റാണ് ഈ മാർബിളിനെ മൊത്തം ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ എൽഗ്രിൻ മാർബിൾ എന്നല്ലായിരുന്നു ഇതിൻ്റെ പേര്. അതായത് ഗ്രീക്കിൽ ഇതിന് വേറെ പേരുണ്ടായിരുന്നു. പക്ഷേ ഇതിലോട്ട് അതായത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് ബ്രിട്ടീഷ് ഏജന്റായ ലോർഡ് എൽഗ്രിൻ ആണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ആ മാർബിളിനെ അറിയപ്പെടുന്നത് ലോർഡ് എൽഗ്രിൻ മാർബിൾ എന്നാണ്. അപ്പോൾ ഗ്രീക്കുകാരും ഇതിനെക്കുറിച്ച് കുറേ വട്ടം ആവശ്യപ്പെട്ടു. അതായത് അത് തിരിച്ചു കൊടുക്കണം, അവരുടെ എക്കണോമി തന്നെ ഡെവലപ്പ് ആക്കണമെന്ന്. പക്ഷേ അതൊന്നും തിരിച്ചു കൊടുക്കുന്ന ഒരു ഉദ്ദേശവും ഇവർക്ക് ഇല്ല. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് അതായത് ബെനിൻ സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന കുറേയധികം അവിടെയുള്ള കൾച്ചേഴ്സും ഹിസ്റ്ററീസും നിറഞ്ഞ കുറേയധികം ആർട്ടിടെക്ചർ. ഇത് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബെനിൻ സിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ നൈജീരിയൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ ബെനിൻ സിറ്റി എന്ന് പറയുന്ന അവിടെ. അപ്പോൾ അവിടെയുള്ള ഗവൺമെൻറ് അന്നത്തെ ഗവൺമെൻറ് ബ്രിട്ടീഷ് ഏജന്റിന് എതിരായിട്ട് അവരവിടെ പ്രവർത്തിക്കുന്നു. ആ സമയത്ത് 2 ബ്രിട്ടീഷേഴ്സിനെ അവിടെ കൊല്ലുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് ബ്രിട്ടീഷേഴ്സ് ഏകദേശം 1700 ബ്രിട്ടീഷ് സോൾജേഴ്സിനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടേക്ക് വിട്ടത്. അപ്പോൾ അവിടെ പോയ ബ്രിട്ടീഷേഴ്സ് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയുള്ള രാജാവിനെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മാക്സിമം അതായത് ഇമ്പോർട്ടൻ്റ് ആയ വില ഉയർന്ന സ്വർണ്ണങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഉള്ള ആർട്ടിടെക്ട് എല്ലാം തന്നെ അവർ കളക്ട് ചെയ്തു. അതിനുശേഷം അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ കളക്ട് ചെയ്ത പ്രഷ്യസ് ആയ സാധനങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു വീതം വിൽക്കുന്നു. അപ്പോൾ ഈ വിറ്റ വീതത്തിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അവിടെ പോയ ചിലവ് അതായത് ആ ഒരു രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ചിലവാക്കിയ ആ എമൗണ്ട് ആയിട്ട് സ്പെൻഡ് ചെയ്യാം. ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സേഫായി കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പ്ലാനോട് കൂടിയാണ് ഈ നൈജീരിയയിലുള്ള ബെനിൻ സിറ്റിയിലോട്ട് പോകുന്നത്. അങ്ങനെ അവരവിടെ പോയിട്ട് ബാക്കി സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യും. അതിനുശേഷം ഇവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ആ സിറ്റി മൊത്തം ഇവർ കത്തിച്ചു. അതെ, അവിടെയുള്ള ജനങ്ങളെല്ലാം കൊന്നു തീർക്കുകയും അതുപോലെ തന്നെ അവിടെയുള്ള സോഴ്സസ് എല്ലാം തന്നെ ഇവർ ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം അതും ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇനി അടുത്ത് എല്ലാവരും കൂടെ കാത്തിരുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് ഇവർ എന്തൊക്കെയാണ് കട്ടുകൊണ്ട് പോയത്, അതൊക്കെ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ എത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു 1000 മണിക്കൂർ ഉണ്ടെങ്കിലും നമുക്ക് തീരില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് അത്രമാത്രം സാധനങ്ങളാണ് ഇവർ കൊണ്ടുപോയത്. അതിൽ നമ്മൾ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം പറയാം. അതായത് ചോളാസ് ഭരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് അമ്പലങ്ങളിൽ നിന്ന് കുറേയധികം ശിലകൾ ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതുപോലെ തന്നെ പല്ലവരുടെ കാലത്തു നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയ നടരാജൻ്റെ ഒരു വലിയൊരു ശിലയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളിൽ നിന്നാണ് ഇവർ കൂടുതലും കൊണ്ടുപോയത്. അതുമാത്രമല്ല ഇതുകൂടാതെ ഇതെല്ലാം സൗത്ത് നിന്ന് കൂടാതെ നോർത്ത് നിന്നും അവർ അതായത് ബുദ്ധറിൻ്റെ കുറേ ശിലകളും അതുപോലെ തന്നെ ബുദ്ധർ അമ്പലങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന പല സാധനങ്ങളും അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതുകൂടാതെ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും അവർ കുറേയധികം സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. അതായത് ഷാജഹാൻ വൈൻ കുടിച്ചുകൊണ്ടിരുന്ന ഒരു കപ്പ് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. ആ കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പല്ല, വാല്യുബിളായ മാർബിൾസും അതുപോലെ തന്നെ ഡയമണ്ട്സ് എല്ലാം വെച്ച് നിർമ്മിച്ച ഒരു കപ്പാണ്. അതാണ് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതുപോലെ തന്നെ ടിപ്പു സുൽത്താനെ കീഴടക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ വലിയ പ്രഷ്യസ് ആയ സാധനങ്ങൾ അവർ കീഴടക്കി അവർ അതിനെയും മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇതെല്ലാം അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി അവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോഴും അവർ പറയുന്ന പ്രധാന കാരണം അതായത് അടുത്ത ജനറേഷനും കാണിക്കാനാണ്. പക്ഷേ ഇതൊന്നുമല്ല അവരുടെ ഉദ്ദേശമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത് അമരാവതി മാർബിൾസിലൂടെയാണ്. അതെ, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുപോയ ഏറ്റവും വിലയോർന്ന ഒരു മാർബിളായിരുന്നു അമരാവതി
അമരാവതി മാർബിൾ എന്ന് പറയുന്നത് ഇത് അവിടെ നിന്ന് ഒരു അമ്പലത്തിൽ നിന്നാണ് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതായത് ബുദ്ധരുടെ ശില അവിടെ നിന്ന് സ്കൾപ്ചർ ചെയ്ത ഒരു മാർബിളായിരുന്നു ഈ അമരാവതി മാർബിൾ എന്ന് പറയുന്നത്. 1840 കാലങ്ങളിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുപോയപ്പോൾ അവിടെ അവർ സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇന്ത്യൻ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കുന്നു. പക്ഷേ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ മാർബിൾ അവിടെ നിന്ന് നാശമാവുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു, അതായത് ഇതെല്ലാം തന്നെ ഇങ്ങനെ നാശമായി പോകുന്ന കണ്ടിട്ട് അവർ ഇന്ത്യൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഓഫീസിലോട്ട് ഈ മാർബിളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് മാർബിൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ പല സാധനങ്ങളും. അപ്പോൾ അതെല്ലാം തന്നെ വീണ്ടും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും മാറുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുമ്പോൾ അതെല്ലാം കുറേ സാധനങ്ങൾ നശിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ അമരാവതി മാർബിൾസിനും കുറേയധികം കറകളും അതുപോലെ തന്നെ പായലെല്ലാം പിടിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 35 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ബ്രിട്ടീഷ് മ്യൂസിയം എന്ന് പറയുന്ന ഈ ഒരു വലിയ മ്യൂസിയത്തിലോട്ട് ഈ അമരാവതി മാർബിൾസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്തും, അതായത് അമരാവതി മാർബിൾസ് എന്ന് പറയുന്ന ഈ ഒരു മാർബിൾസ് അവിടെയുള്ള ക്ലൈമറ്റുമായിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മാർബിളിന് ഫുൾ സൊല്യൂഷൻ കൊണ്ടുവന്ന് 1992-ലാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും സൗത്ത് ഏഷ്യയിൽ നിന്നെല്ലാം കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചാൽ മാത്രമോ അത് മര്യാദയ്ക്ക് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റൂം 33A എന്ന് പറയുന്ന ആ ഒരു റൂം സെപ്പറേറ്റ് ആയിട്ട് നിർമ്മിച്ചു. അപ്പോൾ ഈ ഒരു റൂം ഡിസൈൻ ചെയ്തതും അതുപോലെ തന്നെ ഇത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പൈസയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം സ്പോൺസർ ചെയ്ത ജപ്പാനിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ബുദ്ധേൻ്റെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയ ഈ അമരാവതി മാർബിൾ ആയതുകൊണ്ടാണ് അവർ അത്രമാത്രം ഫണ്ട് ചെയ്യുകയും അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് ആ ഒരു വർഷമാണ് അവരതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് ഒരു റൂം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതും ഇന്ന് അത് അവിടെ സൂക്ഷ്മമായിട്ട് ഇരിക്കുന്നതും. അപ്പോൾ ഇതുകൂടാതെ കൊയിനൂർ ഡയമണ്ട് അങ്ങനെയുള്ള വില ഉയർന്ന പല സാധനങ്ങളും അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അതായത് ഈ റീസെൻറ്റ് ഡേയ്സ് തൊട്ട് പല രാജ്യങ്ങളും, അതായത് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും ചോദിക്കുന്നു, അതായത് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് കാണികൾ ചെല്ലുന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് എക്കണോമിയാണ് വളരുന്നത്. അതായത് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളോ, അതായത് ഇപ്പോൾ ഇന്ത്യക്കാർ തന്നെ ബ്രിട്ടീഷ് മ്യൂസിയം കാണാൻ പോകുന്നു. അപ്പോൾ ഇന്ത്യയുടെ സാധനം തന്നെയാണ് ബ്രിട്ടീഷിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് അത് കാണാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ബ്രിട്ടീഷിൽ പോയി അവിടെ തങ്ങി അത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തിനാണ്? അതായത് ആ സാധനങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിലോട്ട് തിരിച്ച് തരികയാണെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലോട്ട് തിരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനും സാധിക്കും. അതുപോലെ തന്നെ മറ്റ് രാജ്യത്തുള്ള ആൾക്കാരെല്ലാം തന്നെ അത് കാണാൻ മറ്റ് രാജ്യത്തോട്ട് പോകുന്നതുകൊണ്ട് അവരുടെ എക്കണോമിയും വളരും എന്ന് പല രാജ്യങ്ങളും ഇപ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ ബ്രിട്ടീഷ് മാനേജ്മെൻറ്റോ അതുപോലെ തന്നെ ബ്രിട്ടീഷ് മ്യൂസിയം മാനേജ്മെൻറ്റോ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റോ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അതായത് ഇപ്പോൾ UK ഗവൺമെൻറ് ആയിക്കോട്ടെ, അങ്ങനെ ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് അവർ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ എക്കണോമിക്ക് തന്നെ വലിയൊരു ഡാമേജുമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ അവർക്ക് എതിർക്കും. അതായത് പൊളിറ്റിക്കലായും കുറേയധികം കളികൾ ഇതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതും കുറേയധികം ഡാമേജ് ആവും എന്ന് കരുതിയിട്ട് എന്തൊരു കാര്യങ്ങൾ വന്നാലും അവർ ഇതിനൊന്നും റിയാക്ട് ചെയ്യാൻ വഴിയില്ല. ആ ഒരു സമയത്താണ് അവരൊരു ഓഫർ നൽകിയത്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങളുടെ രാജ്യത്തോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇന്ത്യൻ്റെ സാധനങ്ങളെല്ലാം തന്നെ തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാവും. അതായത് ആ അഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ലെൻഡ് ചെയ്യാം. അതായത് അവിടെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കാശ് കൊടുത്ത് നമ്മൾ അത് വാടകയ്ക്ക് എടുത്ത് നമ്മുടെ നാട്ടിൽ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് അത് സൂക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കൊരു വാടകയ്ക്ക് തരുന്ന പോലെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ വീണ്ടും വാടകയ്ക്ക് എടുക്കുന്ന ഒരു മെത്തേഡാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനെ ഒരു ഗവൺമെൻറ്റും അക്സെപ്റ്റും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ പ്രഷറൈസ് ചെയ്യാണ്. അതായത് ആ മ്യൂസിയത്തിലുള്ള അവരവരുടെ രാജ്യത്തുള്ള സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതായത് ആ രാജ്യത്ത് നിന്ന് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മ്യൂസിയം മാനേജ്മെൻറ്റും തിരിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.